ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുക, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 77 സങ്കീർത്തനം അതിന്റെ 7 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവന്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവന്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. വചനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവനിനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? ചില സങ്കടങ്ങൾ, രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്ത അവസ്ഥ മുന്നിൽ കാണുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, എല്ലായിടങ്ങളിലും എങ്ങോട്ട് നോക്കിയാലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രം നേരിടുമ്പോൾ, അറിയാതെയാണെങ്കിലും ചിന്തയിൽ കൂടി കടന്നു വന്ന ഒരു ചോദ്യം, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവനിനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവന്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവന്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഇതെല്ലാം ഒരു സങ്കടത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. എന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാനും. അടുത്ത വചനഭാഗത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു. എന്താ? കർത്താവ് കൈവിട്ട പിന്നെ ആർക്കാ ദൈവമക്കളെ രക്ഷപ്പെടാൻ പറ്റും? കർത്താവ് കയറിക്കളഞ്ഞാൽ വിടിവിപ്പാൻ ആരുമില്ല. ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേറുമ്പോൾ ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ഒരു ഉത്തരം കൂടെ അവിടെ പറയുന്നുണ്ട്, എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ദൈവസന്നിധിയിൽ ഉറപ്പായിട്ട് പറയാം, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ കാലങ്ങളിലെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നാളുകളായി ഒരു ഉത്തരം കിട്ടാതെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുപാട് നിന്ദയും പരിഹാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ടും ഇന്നും പ്രതീക്ഷയോടെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവമക്കളെ സങ്കീർത്തനക്കാരൻ ഇതുപോലുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയാ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. പണ്ട് ചെയ്ത അത്ഭുതങ്ങളൊന്നും ഓർത്തേ ദൈവമക്കളെ. പൂർവ്വപിതാക്കന്മാർക്കും അപ്പോസ്തലന്മാർക്കും മാത്രമല്ലല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന അത്ഭുതമേറിയ പ്രവർത്തനങ്ങൾ ഒന്നോർത്ത് നോക്കിയാൽ, ദൈവം തന്ന സൗഖ്യം, ദൈവം തന്ന കുടുംബജീവിതം, ദൈവം തന്ന ഭവനം, ദൈവം തന്ന സമാധാനം, അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ദൈവം തന്ന ഉപകാരങ്ങളല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത്? ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഒന്ന് ചിന്തിച്ചു പോണം ദൈവമക്കളെ. മഹാകഷ്ടതയുടെ മുൻപിൽ വന്ന് തീർന്നെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളെ കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ഒരല്പസമയം ഒന്ന് ചിന്തിക്കണം. ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നില്ലേ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ളതാ, ആ നാമം ഉയരാനുള്ളതാ. ആ നാമത്തെ ഉയർത്തേണ്ട മക്കളെ, നമ്മൾ ഈ കഷ്ടത അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമേറിയ വീര്യപ്രവർത്തികളെ കുറിച്ച് അനുഭവിച്ച് സാക്ഷ്യം പറയാനാ. അപ്പോഴും ഒന്ന് ഓർത്താൽ മതി, ഇവിടെ വരെ വരുവാൻ കാരണമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ദയയല്ലാതെ ഒന്നുമില്ല. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ദൈവം തന്ന നന്മയല്ലാതെ നമുക്കൊന്നും എടുത്തു പറയാനില്ല. ഇവിടം വരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ മുന്നിലുള്ള നമുക്ക് ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ സമയമായിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, മഹാകഷ്ടതയുടെ നാളുകളിൽ ഏറെ ഞെരുക്കങ്ങളും സങ്കടങ്ങളും വേദനകളും കർത്താവെ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ സഹായിപ്പാൻ ആരുമില്ലാതെ, ഒരാശ്വാസം പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ കർത്താവെ നേറിക്കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുവെങ്കിലും
കർത്താവെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് കർത്താവെ സാക്ഷ്യം പറയുവാനായിട്ട് നിന്റെ മക്കളുടെ ഹൃദയത്തിൽ ആത്മാവിലൊരു പ്രചോദനം കൊടുത്ത ഈ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, തളർന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത പണ്ടത്തെ ആ കൃപകളെ, പണ്ടത്തെ നന്മകളെ ഒക്കെ ഒന്നോർത്ത് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മഹത്വത്തിൻ്റെ രാജാവ് ഇന്ന് ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ ദൈവം നടത്തിയ നന്മകൾ മാത്രമേ ഉള്ളൂ കർത്താവെ, ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. എൻ്റെ കർത്താവെ, ഇത്രത്തോളം കരുണ കാണിച്ച് ഈ മഹാകഷ്ടതയുടെ നാളുകളിലൊക്കെ ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ച പൊന്നു തമ്പുരാനെ, അത്ഭുതമേറിയ സാക്ഷ്യം പറയാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടും അനുഭവിച്ചുകൊണ്ടും സാക്ഷ്യം പറയുവാൻ കർത്താവെ, ഈ മഹാകഷ്ടതയുടെ നടുവിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി അടിയം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മക്കളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറി സാക്ഷി പറയാൻ ഇടയാക്കണമേ. അത്ഭുതത്തിൻ്റെ സാക്ഷി പറയാൻ ഇടയാക്കണേ. അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാൻ ഇടയാക്കണേ. അതിലൂടെ രാജാതിരാജാവിൻ്റെ മഹത്വവും കർത്താവെ പുകഴ്ചയും ഈ ലോകത്ത് കർത്താവെ ഏറ്റവും ഉയർത്തുവാൻ ആമേ സ്തോത്രം മനോഹരമായ ഒരു ഉപകരണമാക്കി എല്ലാവരും തീർക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.